اذكروني أذكركم واشكروا لي ولا تكفرون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ മുബീൻ തഫ്സീർ പഠന പരമ്പരയിൽ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 152-ാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഇതാണ് വചനം. അഥവാ നിങ്ങൾ എന്നെ സ്മരിക്കുവീൻ, ഞാൻ നിങ്ങളെയും സ്മരിക്കാം. നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുവീൻ, നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കുറേ ആയത്തുകളായി ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞത്. അവസാനം അല്ലാഹ് പറഞ്ഞു, റബ്ബ് നിങ്ങൾക്ക് തന്ന വലിയ നിഅമത്താണ് കഅബയെ ഖിബിലയാക്കി തന്നു എന്നത്. ഒരു റസൂലിനെ പറഞ്ഞയച്ചത് പോലെയുള്ള നിഅമത്താകുന്നു അത് എന്ന് പറഞ്ഞു. അതിനാൽ അതടക്കമുള്ള നിഅമത്തായി മനസ്സിലാക്കി അതിന് നന്ദി കാണിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ല നന്ദികേട് കാണിക്കലല്ല. റബ്ബിനെ സ്മരിക്കുക, അവനെ ഓർക്കുക, എങ്കിൽ അല്ലാഹു തആല നമ്മെയും സ്മരിക്കും, ഓർക്കുമെന്ന് കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമുക്കൊരു ഓഫറായി വാഗ്ദാനമായി നൽകുകയും ചെയ്യുന്നു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഒരു ആയത്തിന്റെ തഫ്സീറിൽ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്നാമതായി ഫദ്കുറൂനി എന്ന ആ ഒരു പദവുമായി ബന്ധപ്പെട്ട് അത് കൽപ്പനക്രിയ ഫിഅൽ അംറാണ്. അതോടൊപ്പം അവിടെ ഫദ്കുറൂനി എന്ന വാക്ക് 4 കലിമത്തുകൾ ചേർന്നതിനകത്ത് ഉദ്കുറൂനി എന്ന പദം, ഉദ്കുർ എന്ന അംർ, ഉദ്കുറൂ എന്ന വാവ് അത് ഫാഇലിനെ സൂചിപ്പിക്കുന്ന വാവാണ്. നീ എന്ന നൂനിൽ വിഖായ എന്ന് പറയുന്ന നൂനാണ്. ശേഷം യാ മഫ്ഊലിനെ കുറിക്കുന്ന യാഉമാണ്. ഉദ്കുറൂനി എന്നുള്ളത് ഫഇലുണ്ട്, ഫാഇലുണ്ട്, മഫ്ഊലുണ്ട്, നൂനുൽ വിഖായ എന്ന് പറയുന്ന നൂനുമുണ്ട്. ഇങ്ങനെ 4 കലിമത്തുകൾ, 4 പദങ്ങൾ ചേർന്നതാണ് ഉദ്കുറൂനി എന്ന ഈ ഒരു പദം. ഫദ്കുറൂനി 5 ഫാവും കൂടി ചേരുമ്പോൾ 5 പദമായി മാറി. ഫദ്കുറൂനി നിങ്ങൾ എന്നെ സ്മരിക്കുക, എന്നെ ഓർക്കുക, എങ്കിൽ അദ്കുർക്കും ഞാൻ നിങ്ങളെയും ഓർക്കും. ഒരു അമർ വന്നു, അമർ വന്നാൽ ജവാബ് ഉണ്ടാവും. ഫദ്കുറൂനി നിങ്ങൾ എന്നെ ഓർക്കുവീൻ, അതൊരു അമ്രാണ്, അതിന് ജവാബ് അല്ല. ഓർത്താൽ എന്ത്? ഓർത്താൽ അദ്കുർക്കും ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ് എന്ന ജവാബാണ് അവിടെ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, യഅനി അമലുൻ വജസാ. ഇവിടെ അമലും പറഞ്ഞു, അതിന്റെ പ്രതിഫലവും പറഞ്ഞു. അമൽ എന്താണ്? ഫദ്കുറൂനി നിങ്ങൾ എന്നെ ഓർക്കുക, അതിന്റെ പ്രതിഫലമാണ് അദ്കുർക്കും ഞാൻ നിങ്ങളെ ഓർക്കാം. അമലും ജസാഉം രണ്ടും ഒന്നിച്ചിവിടെ പറഞ്ഞു. അഥവാ അമല് ദിക്റുല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ ഓർക്കുന്നതാണ്. ജസാ ദിക്റുല്ലാഹി അബ്ദിഹി, അല്ലാഹു അടിമയെ ഓർക്കലാണ് ജസാ. അയ്യുഹുമ അഅ്ളം, ഇതിൽ ഏതാണ് മഹത്വമേറിയത്? മഅലൂമുൻ അൽ അഖീർ,
രണ്ടാമത്തേത് അല്ല നമ്മളെ ഓർക്കുക ആണ് വലിയ കാര്യം. നമ്മൾ അല്ലാതെ ഓർക്കുന്നതിനേക്കാൾ ഏറെ മഹത്വം റബ്ബ് നമ്മളെ സ്മരിക്കുക എന്നതാകുന്നു. നീ റബ്ബിനെ ഓർക്കുന്നു എന്നതിനേക്കാളും വലിയ കാര്യം റബ്ബ് നിന്നെ ഓർക്കുന്നതാണ്. അത് വലിയ മഹത്വമേറിയ കാര്യമാണ്. സമാനമായി ഖുർആനിൽ പല സ്ഥലത്തും കാണാം. ഉദാഹരണമായി സൂറത്ത് അലി ഇംറാനിൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നബിയെ പിൻപറ്റുക, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അതാണ് വലുത്. നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുക, അതിനേക്കാൾ മഹത്വമാണ് റബ്ബ് നമ്മളെ സ്നേഹിക്കുക. ലിഅന്ന ഹാദാ ഹുവൽ ഗായ, അതാണ് ലക്ഷ്യമതാണല്ലോ. അപ്പൊ ഏറ്റവും വലിയ കാര്യം നമ്മൾ അല്ലാഹുവിനെ സ്മരിക്കുന്നതല്ല, അല്ലാഹ് നമ്മളെ സ്നേഹിക്കലാണ് വലിയ കാര്യം. നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കും, അതിനേക്കാൾ വലുതാണ് അല്ലാഹ് നമ്മളെ സ്നേഹിക്കുക. എന്ന പോലെ നമ്മൾ അല്ലാഹുവിനെ സ്മരിക്കുക, അതിനേക്കാൾ മഹത്വമാണ് അല്ലാഹ് നമ്മളെ സ്മരിക്കുക. അതാണ് ഇവിടെ അല്ലാഹ് ജസാ ആയി പറഞ്ഞത്. അല്ലാഹുവിനെ നമ്മൾ ഓർത്താൽ അല്ലാഹു നമ്മളെയും ഓർക്കും. അത് വലിയ മഹത്വമായി റബ്ബ് ഇവിടെ എടുത്തു പറയുന്നു. ഈ അതോടൊപ്പം ഫദ്കുറൂനി, നിങ്ങൾ എന്നെ സ്മരിക്കുക, എന്നെ ഓർക്കുക. എങ്ങനെയാണ് ദിക്ർ? എങ്ങനെ അല്ലാഹുവിനെ ഓർക്കല്? വബിമാദാ യകൂനു ദിക്റുല്ലാഹ്, എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ ഓർക്കേണ്ടത്? യകൂനു ബിൽ ഖൽബി വബിൽ ലിസാനി വബിൽ ജവാരിഹ്. ഖൽബ് കൊണ്ടുണ്ട്, നാവ് കൊണ്ടുണ്ട്, അവയവങ്ങൾ കൊണ്ടുമുണ്ട് ദിക്ർ. അപ്പോൾ ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ 3 രൂപത്തിലാണ്. ഖൽബ് കൊണ്ടുള്ള ദിക്ർ, നാവ് കൊണ്ടുള്ള ദിക്ർ, മൂന്നാമത് ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള ദിക്ർ. അഥവാ ഖൽബ് കൊണ്ട് അൽ അസ്ലു ദിക്റുൽ ഖൽബി, അസ്ല് ഖൽബ് കൊണ്ടാണ്. ഖൽബിലുള്ള മനസ്സിലുള്ള സ്മരണയാണ് അസ്ലിയായ ദിക്ർ. നബിതങ്ങൾ പറഞ്ഞല്ലോ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മൊത്തം നന്നായി. അതാണ് ഖൽബ്. അപ്പൊ ആ ദിക്ർ ആണ് ഏറ്റവും അസ്ലി. വദിക്റുല്ലാഹി ബിൽ ലിസാനി ഔ ബിൽ ജവാരിഹി ബിദൂനിൽ ഖൽബി ഹുവ ഖുസൂർ. നാവ് കൊണ്ട് അല്ലാഹുവിന്റെ സ്മരണകൾ ചൊല്ലി, അവയവങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുന്ന ചെയ്തികൾ ചെയ്തു. പക്ഷെ ഖൽബിൽ ആ ബോധമില്ല, ഓർമ്മയില്ല എങ്കിൽ അത് കുറവാണ്, ന്യൂനതയാണ്. അത് ദിക്റായി കൂട്ടിക്കൂടാ. അൽ ഹഖീഖ അന്ന ദിക്റ ദിക്റുല്ലാഹി തആല ബിൽ ഖൽബ്. അവിടെ ശരിയായ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ടാണ്. അല്ലെങ്കിൽ ഖൽബ് കൊണ്ട് മനസ്സുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക, റബ്ബിൽ തവക്കുലാക്കുക, അവനെ പ്രതീക്ഷിക്കുക, അവനെ ഭയപ്പെടുക, അവന്റെ ഹുബ്ബും ആ മഹബ്ബത്തും അലമത്തും അതെപ്പോഴും ഓർമ്മയിലുണ്ടാവുക. ഇതാണ് യഥാർത്ഥത്തിൽ അസ്ലിയായ അവന്റെ ദിക്ർ. കാരണം പ്രപഞ്ചത്തിലെമ്പാടും ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചു. സൂര്യനും ചന്ദ്രനും മുതൽ യുശാഹിദു ശംസ ബിഅലമതിഹാ വൻതിലാമിഹാ വതുലൂഇഹാ വഗുറൂബിഹാ വകദാലിക ഖമർ വകദാലിക നുജൂം, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങി ഓരോന്നും ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അതിന്റെ സഞ്ചാരങ്ങൾ, അതിന്റെ മഹത്വം, അതിന്റെ വലിപ്പം, ഇതൊക്കെ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നു. രാവും പകലും ഒക്കെ കാണുന്നു. ഇതെല്ലാം അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കുന്ന, സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ ഉതകുന്ന ദിക്ർ, ഖൽബ് കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കാവുന്ന ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകളാണ് ഇതെല്ലാം. ആ നിനക്ക് റബ്ബിനെ മനസ്സുകൊണ്ട് ബോധ്യപ്പെടുക എന്നതാണ് ദിക്റുൽ ഖൽബ്. ഖൽബിന്റെ ദിക്ർ ബിൽ മഹബ്ബത്തി വത്തഅലീമി വൽ ഇനാബത്തി വൽ ഖൗഫി വൽ റജാഇ വത്തഫക്കുരി ഇലാ ഗൈരി ദാലിക. അള്ളാഹുവിനെ സ്നേഹിക്കുക, അവനെ മഹത്വത്തെ അംഗീകരിക്കുക, അവനിലേക്ക് കേരിച്ചു മടങ്ങുക, അവനെ ഭയപ്പെടുക, അവനെ പ്രതീക്ഷ വെക്കുക, അവനെ കുറിച്ച് ചിന്തിക്കുക, ഇതൊക്കെ ഖൽബിന്റെ ദിക്റാണ്. ഈ നാവിന്റെ ദിക്ർ വദിക്റുല്ലാഹി ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ സാധാരണ ചൊല്ലാൻ പറഞ്ഞ കാര്യങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വമാ അശ്ബഹ ദാലിക, സമാനമായത്. വയസ്മിൽ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതൽ ദിക്റാണ്, ദുആ ദിക്റാണ്. വയസ്മിൽ കുല്ല ഖൗലിൻ യുഖദ്ദിബു ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാവുന്ന എന്തെല്ലാം വാക്കുണ്ടോ അത് മുഴുവൻ ദിക്റാണ്. അല്ലാഹുവിലേക്ക് അടുക്കാൻ പര്യാപ്തമായ, റബ്ബിലേക്ക് അടുപ്പിക്കുന്ന എന്തെല്ലാം ദിക്റുണ്ടോ, എന്തെല്ലാം ഖൗലുണ്ടോ അതെല്ലാം ദിക്റാകുന്നു. ഇങ്ങനെ എല്ലാം ദിക്റായി മാറാൻ കഴിയും. അതോടൊപ്പം ഇനി ദിക്ർ ബിൽ ജവാരിഹ്, അവയവം കൊണ്ടുള്ള ദിക്ർ, അതായത് നിസ്കാരത്തിൽ റുകൂഅ്, സുജൂദ്, ജിഹാദ്, സകാത്ത്, ഇതൊക്കെ ദിക്റാണ്.
ഇതൊക്കെ ദിക്റാണെങ്കിൽ അള്ളാഹിന്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് അവിടെ ഇതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ കൽബ് കൊണ്ടുള്ള ദിക്ർ, നാവ് കൊണ്ടുള്ള ദിക്ർ, അവയവം കൊണ്ടുള്ള ദിക്ർ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ദിക്റുകൾ ഉണ്ട്. ഫദ്കുറൂനി, അത് കുറുക്കുമെന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട എല്ലാ അർത്ഥത്തിലും നിങ്ങൾ റബ്ബിനെ സ്മരിക്കുക. കൽബിൽ അള്ളാഹിനെ പറ്റിയുള്ള ബോധം, ഖൗഫ്, റജാ, തവക്കുൽ, ഇനാബത്ത് എല്ലാം ഉണ്ടാവുക. നാവ് കൊണ്ട് റബ്ബിന്റെ മഹത്വങ്ങളെ വാഴ്ത്തുക. അവയവങ്ങൾ കൊണ്ട് അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അതാണ് ഫദ്കുറൂനി. അതിന്റെ പ്രതിഫലമാ അത് കുറുക്കും. അള്ളാഹു നമ്മളെ ഓർക്കുന്നതാണ്. അത് അള്ളാഹു തന്ന പ്രതിഫലമാണ്. അപ്പൊ റബ്ബിനെ നമ്മൾ സ്മരിച്ചാൽ റബ്ബ് നമ്മളെ സ്മരിക്കുന്നു. ഹദീസ് കാണാം, ഒരു സദസ്സിൽ വെച്ച് എൻ്റെ അടിമ എന്നെ കുറിച്ച് സ്മരിച്ചാൽ അതിനേക്കാളും ഖൈറായ ഒരു സഭയിൽ വെച്ച് ഞാൻ അവനെ കുറിച്ച് സ്മരിക്കുന്നതാണ്. മലക്കുകൾക്കിടയിൽ അള്ളാഹ് നമ്മളെ പറ്റി പറയുന്നു. മനുഷ്യർക്കിടയിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് സ്മരിച്ചാൽ മലക്കുകൾക്കിടയിൽ അള്ളാഹു നമ്മളെ കുറിച്ച് എടുത്തു പറയും. അല്ലാഹ് ഫദ്കുറൂനി, അത് കുറുക്കും. അതാണ് വലിയ കാര്യം. നമ്മൾ അള്ളാഹിനെ ഓർക്കുന്നതിനേക്കാളും വലിയ കാര്യം അള്ളാഹ് നമ്മളെ ഓർക്കുക എന്നതാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ ദിക്ർ ചെയ്യുക, ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുക, നിങ്ങൾ നന്ദി കേട് കാണിക്കരുത്. ശക്കറ യഷ്കുറു എന്ന പദത്തിൽ നിന്നാണ് വഷ്കുറു. വഷ്കുറൂലി എന്നും പറയാം, അല്ലെങ്കിൽ വഷ്കുറൂഹു, വഷ്കുറൂനി എന്നും പറയാം. ശക്കറഹു, ശക്കറലഹു എന്ന് ഉപയോഗിക്കലുണ്ട്. ശക്കറഹു എന്നും ശക്കറലഹു എന്ന് ഉപയോഗിക്കലുണ്ട്. രണ്ടും ഏതാണ്ട് അർത്ഥത്തിൽ ഒരുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വഷ്കുറൂലി എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ചെയ്ത നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുക എന്നൊരു ആശയം കൂടി അതിനുള്ളിൽ വരും എന്നാണ്. എന്തായാലും ആ ഖിലാഫത്ത് വലിയ ഒരു ഖിലാഫായി കണക്കാക്കേണ്ടതില്ല എന്ന് ശൈഖ് റഹിമഹുല്ലാഹ് പ്രത്യേകമായി എടുത്തു പറയുന്നു. അപ്പൊ എങ്ങനെയാണ് നന്ദി കാണിക്കുക? വദാലിക ബിംതിസാലി അംരിഹി വജിസ്നാബി നഹ്യിഹി. അവന്റെ കൽപ്പനകൾ ശ്രേഷ്ഠവഹിക്കുക, അവന്റെ വിലക്കുകളെ വിടുക, വർജിക്കുക. അതാണ് ശുക്ർ. വശുക്രു യകൂനു ബിൽ ഖൽബി വയകൂനു ബിൽ ലിസാനി വയകൂനു ബിൽ ജവാരിഹി. ശുക്റും തന്നെ കൽബ് കൊണ്ടുണ്ട്, നാവ് കൊണ്ടുണ്ട്, അവയവങ്ങൾ കൊണ്ടുമുണ്ട് ശുക്ർ. പക്ഷേ വലാ യകൂനു ഇല്ലാ ഫീ മുഖാബലത്തി നിഅമ. നിഅമത്തിന് പകരമാണ് ശുക്ർ ഉണ്ടാവുക. നിഅമത്ത് കിട്ടി, അതിനാണ് ശുക്ർ ഉണ്ടാവുക. അപ്പൊ നിഅമത്തിന് പ്രത്യേകമായ കാരണമുണ്ട്. ഫസബബുഹു അഖസ്സു മിൻ സബബിൽ ഹംദി. ഹംദ് ശുക്ർ. ഹംദ് സ്തുതിക്കലാണല്ലോ, ശുക്ർ നന്ദിയാണ്. ഹംദിന്റെ കാരണം വേറെയാണ്, ശുക്രിന്റെ കാരണം വേറെയാണ്. അല്ലാഹുവിനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാഹ്, അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നു. അപ്പൊ ശുക്ർ എന്നുള്ളത് നിഅമത്ത് കിട്ടുമ്പോൾ നൽകുന്ന സ്തുതിയാണ് ശുക്ർ. എന്നാൽ ഹംദ് ചെയ്യപ്പെടുന്നവന്റെ മഹത്വം, അവന്റെ പൂർണ്ണത, അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്തുതിയാണ് ഹംദ്. ആ വ്യത്യാസമുണ്ടതാണ്. അപ്പൊ ഹംദിന്റെ കാരണം എന്നുള്ളത് സബബുഹു കമാലുൽ മഹ്മൂദി വ ഇൻആമുൽ മഹ്മൂദി. മഹ്മൂദായവന്റെ കമാലിയത്ത്, ആരെയാണോ സ്തുതിക്കുന്നത് അവന്റെ പരിപൂർണത, അതാണ് സ്തുതിക്കുള്ള കാരണം. അതോടൊപ്പം അവന്റെ നിഅമത്തുകളും. ശുക്റാകുമ്പോഴോ അവന്റെ നിഅമത്താണ് അതിന് കാരണം. ഫലകാന സബബുഹു ഇൻആമുൽ മഹ്മൂദി കാന മിന ശുക്ർ. മഹ്മൂദായവനിൽ നിന്ന് ഒരു നിഅമത്ത് കിട്ടി, അതിനാണ് ഹംദ് ചെയ്യുന്നത്, ഇങ്ങനെ ശുക്റാണ്. നിഅമത്ത് കിട്ടാതെ തന്നെ അവന്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവനെ പ്രശംസിക്കുന്നത് എങ്കിൽ അതിന് ഹംദ് എന്നും പറയാം. അതാണ് ഹംദും ശുക്റും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. അപ്പൊ രണ്ടും സബബിൽ വ്യത്യാസമുണ്ട്. അതേസമയം രണ്ടും ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രയോഗിക്കാവുന്ന പ്രയോഗവുമാകുന്നു. എന്താണെങ്കിലും ആ ശുക്ർ കൽബ് കൊണ്ടുണ്ട്, അതേപോലെ നാവ് കൊണ്ടുണ്ട്, അവയവങ്ങൾ കൊണ്ടുമുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്ത് ലഭിക്കുന്നു, ആ നിഅമത്തിന് അവനെ നമ്മൾ സ്തുതിക്കൽ ആവശ്യമാണ്. അത് ഒന്ന് കൽബ് കൊണ്ടുണ്ട്, അതേപോലെ ബിൽ ലിസാനി ഫഖത്ത്, നാവ് കൊണ്ടുണ്ട്, ചിലപ്പോൾ ജവാരി, അവയവങ്ങൾ കൊണ്ടുമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് കൊണ്ടും. ഇപ്പൊ കൽബ് കൊണ്ട് എന്താണ്? അയ്യുഖിറൽ ഇൻസാനു ബിഖൽബിഹി അന്ന ഹാദിഹി നിഅമത മിനല്ലാഹ്. ഒരു നിഅമത്ത് കിട്ടി, ഇത് റബ്ബിന്റെ നിഅമത്താണ് എന്ന് അവർ അംഗീകരിക്കാം.
അള്ളാഹ് തന്നതാണ്, അവന്റെ ഔദാര്യമാണ്, അവൻ നിഅമത്താണ് എന്നവൻ ഉൾക്കൊള്ളുകയും ആ നിഅമത്ത് കാരണമായി അള്ളാഹുവിനെ അവൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അത് ഖൽബ് കൊണ്ടുള്ള നിഅമത്താണ്. അതോടൊപ്പം നാവ് കൊണ്ട് നിഅമത്തുണ്ട്. അതെന്താ? അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹ്, അല്ലാഹ് ചെയ്ത നിഅമത്ത് എടുത്തു പറയുക. ലാ ഇഫ്തിഖാറൻ ബൽ ശുക്ര, ഒരു ഫഖർ പറയല്ല, നന്ദിയായിക്കൊണ്ട്. അല്ലാഹ് പറഞ്ഞല്ലോ വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. റബ്ബ് നിഅമത്ത് തന്നു, അത് ഒരു ശുക്രിന്റെ ഭാഗമായി ആ നിഅമത്തുകൾ എടുത്തു പറയുക. അത് നാവ് കൊണ്ടുള്ള ശുക്രാകുന്നു. ഇനി അവയവങ്ങൾ കൊണ്ടുള്ള ശുക്രുണ്ട്. അതെങ്ങനെ? ഫയഖുബൽ ഇൻസാനു ബിത്വഅത്തില്ലാഹ്, അള്ളാഹു എന്ന് വഴിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. റബ്ബ് ചെയ്ത നിഅമത്തിനെ അള്ളാഹ് എന്തിനാണ് നിശ്ചയിച്ചത് ആ വഴിയിൽ തന്നെ അതിനെ വിനിയോഗിക്കുക. അതൊക്കെയാണ് അവയവം കൊണ്ടുള്ള ശുക്ർ. അള്ളാഹ് സമ്പത്ത് തന്നു, ആ സമ്പത്തിനെ അള്ളാഹ് തൃപ്തിപ്പെട്ട വഴിയിൽ തന്നെ വിനിയോഗിക്കുന്നു. അള്ളാഹു ആരോഗ്യം തന്നു, ആ ആരോഗ്യത്തെ അള്ളാഹു തൃപ്തിപ്പെട്ട വഴി വിനിയോഗിക്കുന്നു. അത് അവയവം കൊണ്ടുള്ള ശുക്രാകുന്നു. അതുകൊണ്ട് ഫഷ്കുറൂലി, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യൂ. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുവീൻ. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. ഇതിന് വിപരീതമാണ് കുഫ്ർ എന്നുള്ളത്. അപ്പൊ അവിടെ നന്ദികേട് കാണിക്കരുത്. ഈ ശുക്ർ ചെയ്യാതിരിക്കാതുള്ളത് നന്ദികേടാണ്. ഐ ലാ തജ്ഹദൂനി ഔ തജ്ഹദൂ നിഅമതി, എന്നെ നിങ്ങൾ നിഷേധിക്കരുത്, എന്നെ നിഅമത്തിനെ നിഷേധിക്കരുത്. ബൽ ഖൂമു ബിശുക്രിഹാ വഇലാനിഹാ വഇൽഹാരിഹാ, നിങ്ങൾ ആ നിഅമത്തിനെ അംഗീകരിക്കുക, അല്ലാഹുവിൻ്റെതാണ് എന്ന്. അത് നിങ്ങൾ എടുത്തു പറയുക, അതനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യുക, അത് നിങ്ങൾ പ്രകടിപ്പിക്കുക. വലിഹാദാ ഇദാ അൻഅമ അല്ലാഹു അലാ അബ്ദിഹി നിഅമ ഫഇന്നഹു യുഹിബ്ബു മിൻഹു അൻ യുറാ അസ്റു നിഅമതിഹി അലൈഹി. അതുകൊണ്ടാണ് അല്ലാഹു തആല ഒരു നിഅമത്ത് ചെയ്താൽ ആ നിഅമത്ത് അടിമയിൽ കാണുന്നത് അല്ലാഹു തആലക്ക് ഇഷ്ടമാണ് എന്ന് പറയപ്പെടുന്നത്. അത് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് പരസ്യപ്പെടുത്തലും ശുക്രിന്റെ ഭാഗം തന്നെയാണ്. ഫഖറിന് വേണ്ടിയല്ല, ഫഖറിന് വേണ്ടിയല്ല. അള്ളാഹിന്റെ നിഅമത്ത് ആളുകൾ അറിയട്ടെ, റബ്ബിനെ ചെയ്ത നിഅമത്ത് ആളുകൾ അറിയട്ടെ, ആ നിലക്ക് അത് എടുത്തു പറയാന്നുള്ളത് ശുക്രിന്റെ ഭാഗമാണ്. അപ്പൊ എല്ലാ രംഗത്തും വരും. ശൈഖ് അഹ്മദ് പറയാണ് അതിൽപ്പെട്ട കാര്യമാണ് ഇൽമ്. അതെന്താ? നിഅമത്താണ് ഇൽമ്. അതിന് ശുക്രുണ്ട്. അതെന്താണ്? ആ ഇൽമ പരമാവധി അവൻ അമൽ ചെയ്യുന്നു, ആ ഇൽമ അവൻ പരമാവധി ആളുകൾക്ക് പ്രചരിപ്പിക്കുന്നു. അത് അതിന്റെ ളുഹൂറാണ്. കഴിയുന്നതനുസരിച്ച് ആളുകളെ പഠിപ്പിക്കുന്നു. അത് എന്തെല്ലാം വഴികൾ ഒരു ഉപയോഗിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നു. ഒരാൾ സ്വകാര്യമായി തിരിച്ചു കൊടുക്കുന്നത് മുതൽ ഇൽമിന്റെ മജ്‌ലിസുകൾ എല്ലാം അടക്കം ഈ നിഅമത്താണ്. ഇൽമിന്റെ നിഅമത്തിനുള്ള ശുക്രായി കാണാൻ പറ്റും. ദഅവത്ത് ഇൽമിനുള്ള ശുക്രാണ്. ഒരു കാര്യം പഠിച്ചു, അത് പ്രകാരം ദഅവത്ത് നടത്തി, ശുക്രാണ്. അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു, ശുക്രാണ്. ഇങ്ങനെ ഏതൊക്കെ വഴിയിൽ ആ ഇൽമ് പ്രചരിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ അവന് ശുക്രിന്റെ ഭാഗമായി കണക്കാക്കാം. അപ്പോൾ നിങ്ങൾ നന്ദി കാണിക്കുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ കുഫ്ർ കാണിക്കരുത്. ഇന്നഹു മിൻ കുഫ്രി നിഅമതി അല്ലാ യൽഹുറ അസറുഹാ അലാ മൻ അൻഅമ അല്ലാഹു അലൈഹി. റബ്ബ് നിഅമത്ത് കൊടുത്തു, ആ നിഅമത്തിന്റെ ഒരു അടയാളവും അവനില്ല. അവൻ നന്ദിയും കാണിക്കുന്നില്ല, അല്ലാഹുവിന്റെ നിഅമത്ത് അംഗീകരിക്കുന്നുമില്ല, അതനുസരിച്ച് വിനിയോഗിക്കുന്നുമില്ല എങ്കിൽ അതിനാണ് കുഫ്ർ എന്ന് പറയുക. ഫഇന്നഹു യംബഗി ലിൽ ഇൻസാനി അല്ലാ യസ്തുറഹാ, അത് മറച്ചു വെക്കുകയല്ല വേണ്ടത്. കാരണം കുഫ്ർ എന്ന് പറഞ്ഞാൽ അസ്ലിൽ മറച്ചു വെക്കലാണ്. അതിനാൽ മറച്ചു വെക്കുകയല്ല വേണ്ടത്, അത് വെളിവാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ഫദ്കുറൂനി അദ്കുർകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ സ്മരിക്കുവീൻ, ഞാൻ നിങ്ങളെയും സ്മരിക്കാം. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുവീൻ, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത്. ഒരുപാട് അർത്ഥതലങ്ങളെ, ധാരാളം ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന വല്ലാത്തൊരു വചനമാണ് ഈ ഒരു വചനം. ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.